ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ശ്രീ മഹാദേവ്യൈ നമ. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്യൈ നമ. ഓം ശ്രീ ലളിതാദേവ്യൈ നമ. ഹരി ഓം. ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുദിനം നേരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 165 വരെയുള്ള ശ്ലോകങ്ങളാണ് പഠിച്ചത്. 165 വരെയുള്ള ശ്ലോകങ്ങൾ പഠിച്ചു കഴിഞ്ഞപ്പം 889 നാമങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് 166 മുതൽ 170 വരെയുള്ള ശ്ലോകങ്ങൾ. ആദ്യം നമുക്ക് ശ്ലോകങ്ങൾ വായിക്കാം. 166 മുതൽ 107 വരെയുള്ള ശ്ലോകങ്ങൾ. വിശ്വഗ്രാസാ വിദ്രുമാഭ വൈഷ്ണവീ വിഷ്ണുരൂപിണി അയോനിര്യോനി നിലയ കൂടസ്ഥാ കുലരൂപിണി വീരഗോഷ്ഠിപ്രിയ വീര നൈഷ്കർമ്മ്യ നാദരൂപിണി വിജ്ഞാനകലന കല്യ വിദഗ്ധ ബൈന്ധവാസനാം തത്വാധിക തത്വമയീ തത്വമർത്ഥസ്വരൂപിണി സാമഗാനപ്രിയ സൗമ്യ സദാശിവകുടുംബിനി സവ്യാപസവ്യമാർഗസ്ഥ സർവാപദ്വിനിവാരിണി സ്വസ്ഥ സ്വഭാവമധുര ധീരാ ധീരസമർച്ചിത ചൈതന്യാർഘ്യസമാരാധ്യ ചൈതന്യകുസുമപ്രിയ സദോദിത സദാ തുഷ്ട തരുണാദിത്യപാടലാം. ആദ്യത്തെ ശ്ലോകത്തിൽ 8 നാമങ്ങളുണ്ട്. ഏതൊക്കെയാണ് നാമങ്ങൾ നോക്കാം. വിശ്വഗ്രാസ വിദ്രുമാഭ വൈഷ്ണവി വിഷ്ണുരൂപിണി അയോനിര്യോനി നിലയ കൂടസ്ഥ കുലരൂപിണി. 8 നാമങ്ങൾ ഒരിക്കൽ കൂടി പറയാം. വിശ്വഗ്രാസ വിദ്രുമാഭ വൈഷ്ണവി വിഷ്ണുരൂപിണി അയോനിര്യോനി നിലയ കൂടസ്ഥ കുലരൂപിണി. ഇനി ആദ്യത്തെ നാമം എടുത്തു നോക്കാം. വിശ്വഗ്രാസ. ഗ്രാസ എന്ന് പറഞ്ഞാൽ ഗ്രസിക്കുന്നവൾ എന്നർത്ഥം. ഗ്രസിക്കുന്നവൾ എന്ന് പറഞ്ഞാൽ വിഴുങ്ങുന്നവൾ, ഭക്ഷിക്കുന്നവൾ എന്നൊക്കെ അർത്ഥം. ഇനി ഇവിടെ ഗ്രാസ എന്ന് പറഞ്ഞാൽ ഉരുള എന്നൊരർത്ഥമുണ്ട് ഗ്രാസത്തിന്. അപ്പോൾ 2 അർത്ഥം അല്ലേ. ഗ്രാസ, ഒന്ന് വിഴുങ്ങുക, ഒന്ന് ഉരുള. അപ്പോൾ വിഴുങ്ങുക എന്നുള്ളതാണെങ്കിൽ കൽപ്പാവസാനത്തിൽ പ്രളയ സമയത്ത് പ്രപഞ്ചത്തെ മുഴുവനും തന്നിലേക്കുള്ളിലേക്കാക്കി തന്നിൽ തന്നെ ലയിപ്പിക്കുന്നു അല്ലേ, തൻ്റെ ഉള്ളിലേക്ക് തന്നെ ആക്കുന്നു. അപ്പോൾ വിഴുങ്ങുക എന്നുള്ള അർത്ഥം വന്നു. കൂടാതെ ഉരുള എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എല്ലാ പ്രപഞ്ച വസ്തുക്കൾ, സ്ഥാവര ജംഗമ വസ്തുക്കളെ എല്ലാത്തിനെയും, ലോകങ്ങളെ മുഴുവനും ദേവി ആ കാരണഭാവത്തിലേക്ക് മടക്കിക്കൊണ്ടുപോകുന്നു അല്ലേ. ബ്രഹ്മാവടക്കം എല്ലാം ദേവിയിലേക്ക് ലയിക്കുന്നു. ഇനി ഉരുള എന്ന് പറഞ്ഞാൽ നമ്മൾ ആനയ്ക്കൊക്കെ നമ്മൾ ആഹാരം കൊടുക്കുവാണ്. ആന ഊട്ട് നടത്തുമ്പോൾ നോക്കിയാൽ അറിയാം, വലിയ ഉരുളകളാക്കി ആനയുടെ വായിലേക്ക് വെച്ച് കൊടുക്കുന്നു. അതിനെ ഗ്രാസം, ഉരുള എന്നാണ് പറയുക. നമ്മൾ ചോറ് ഉരുട്ടി ഉണ്ണുകയാണ്, അതിനെയും ഗ്രാസം തന്നെ പറയുന്നത്. അതും വായിലേക്കിടുക, ഇങ്ങനെ നമ്മൾ ഗ്രസിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഗ്രാസ എന്ന് പറഞ്ഞാൽ ഈ 2 അർത്ഥമാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്രളയകാലത്ത്, സംഹാര സമയത്ത് പ്രപഞ്ചത്തെ മുഴുവനും ദേവി തൻ്റെ ഉള്ളിലേക്കാക്കി തൻ്റെ കാരണജലം പോലെ കാരണഭാവത്തിലേക്ക്
മടക്കി കൊണ്ടുപോകുന്നു. എവിടെ നിന്ന് വന്നോ അവിടത്തേക്ക് തന്നെ തിരിച്ചു കൊണ്ടു. അപ്പോൾ ബ്രഹ്മാവടക്കം എല്ലാം ദേവിയുടെ ഉള്ളിലാകുന്നു എന്നർത്ഥം. അതുകൊണ്ടാണ് ഇവിടെ വിശ്വഗ്രാസ എന്ന് പറഞ്ഞത്. അടുത്ത നാമാണ് വിദ്രുമാഭ. വിദ്രുമം എന്ന് പറഞ്ഞാൽ പവിഴം എന്നൊരർത്ഥമുണ്ട്. കൂടാതെ ശോഭിക്കുന്നവൾ, ആഭ എന്ന് പറഞ്ഞാൽ ശോഭ. അപ്പം പവിഴം പോലെ ശോഭിക്കുന്നവൾ വിദ്രുമാഭ. വിദ്രുമം ചുവപ്പ് നിറമാണ്. അതൊരു പവിഴമാണ്, റൂബി എന്നൊക്കെ പറയും ഒരു ഇത് എന്നൊരർത്ഥം. കൂടാതെ വിദ് എന്ന് പറഞ്ഞാൽ ജ്ഞാനം, അറിവ്. വിദ് ദ്രുമം എന്ന് പറഞ്ഞാലോ, വിദ് എന്ന് പറഞ്ഞാൽ ജ്ഞാനം, അറിവ്. ദ്രുമം എന്ന് പറഞ്ഞാൽ വൃക്ഷം. അപ്പം ജ്ഞാനമാകുന്ന വൃക്ഷത്തിൻ്റെ സ്വരൂപത്തോടു കൂടിയവൾ എന്നർത്ഥം അല്ലേ, ജ്ഞാനസ്വരൂപിണി എന്ന്. അപ്പം ജ്ഞാനമാകുന്ന വൃക്ഷത്തിൻ്റെ സ്വരൂപത്തോടു കൂടിയവൾ എന്നൊരർത്ഥം. പിന്നെ പവിഴം പോലെ ശോഭിക്കുന്നവൾ എന്ന് രണ്ടാമത്തെ അർത്ഥം. അപ്പോൾ രണ്ടർത്ഥമുണ്ട്. അടുത്ത നാമം വൈഷ്ണവി. വൈഷ്ണവി എന്ന് പറഞ്ഞാൽ വിഷ്ണുവിനെ സംബന്ധിച്ചവൾ, വിഷ്ണു രൂപം, വിഷ്ണുവിൻ്റെ ശക്തിയായവൾ, അല്ലെങ്കിൽ വിഷ്ണുവിന് പരിപാലനാണല്ലോ ജോലി, അതിൽ ശക്തിയായി നിന്ന് സഹായിക്കുന്നവൾ വിഷ്ണു ശക്തി, വൈഷ്ണവി എന്ന്. അപ്പം ദേവി മഹാത്മ്യത്തിൽ 7 ദേവിമാർ, 7 സപ്തമാതൃക്കളും നവദുർഗകളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഓരോരുത്തരായിട്ട് യുദ്ധം ചെയ്യുമ്പോഴൊക്കെ ദേവി തൻ്റെ വിഭൂതികളെയെല്ലാം ഇറക്കി. അപ്പോൾ ഈ ദേവന്മാർ ആദ്യം ആ ദേവി തന്നെ ചണ്ഡിക എന്ന ദേവി ഉണ്ടായത് തന്നെ ഈ അസുരന്മാരെ എല്ലാം ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ദേവന്മാരുടെ ഒരു ഇതായിരുന്നു. ദേവന്മാരുടെ എല്ലാവരുടെയും ശക്തി, ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ ശക്തികളെല്ലാം ഏകീകരിച്ച് അതിൽ അവരുടെയൊക്കെ തന്നെ ചൈതന്യവും കൊടുത്ത്, എല്ലാ ദേവന്മാരും അവരുടെ ചൈതന്യ ആയുധങ്ങളും അവരുടെ വാഹനങ്ങളും എല്ലാം കൊടുത്ത് ദേവിയായിട്ട് ഇത് ചെയ്തിട്ട് ആ ദേവി തന്നെ തൻ്റെ വിഭൂതികളെയൊക്കെ സൃഷ്ടിച്ച് അങ്ങനെ ഒക്കെയാണ് യുദ്ധങ്ങളൊക്കെ നടന്നത്. അപ്പോൾ ഇവിടെ അപ്പോൾ വിഷ്ണുവിൻ്റെ രൂപം ധരിച്ചവളെ വൈഷ്ണവി എന്നും, മഹേശ്വര രൂപം ധരിച്ച അല്ലെങ്കിൽ മഹേശ്വരൻ്റെ ശക്തിയിൽ നിന്നുണ്ടായ ആ ദേവിയെ മാഹേശ്വരി എന്നും, അങ്ങനെ ഓരോ ദേവന്മാരിൽ നിന്ന്, ഇന്ദ്രനിൽ നിന്ന് ഇന്ദ്രൻ്റെ ശക്തിയായ ഇന്ദ്രാണി എന്ന ദേവിയും, ഐന്ദ്രി എന്നും ഇന്ദ്രാണി എന്നും പറയാം, ഇന്ദ്രൻ്റെ ശക്തിയോടുകൂടിയ ദേവി. അങ്ങനെ ഓരോ ശക്തികളിൽ നിന്നും ഓരോരോ രൂപങ്ങളുണ്ടായി ദേവി തൻ്റെ വിഭൂതികളെ സൃഷ്ടിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ വിഷ്ണുവിൻ്റെ ശക്തി ആയി ഉണ്ടായ ദേവിയാണ് വൈഷ്ണവി. അടുത്ത നാമം, അതായത് സപ്തമാതൃക്കളിൽ ഒരാൾ, 7 അമ്മമാരിൽ ഒരാൾ, സപ്തമാതൃക്കളുണ്ടല്ലോ അതിലൊരാൾ. ഇനി അടുത്ത നാമം വിഷ്ണു രൂപിണി. വിഷ്ണുവിൻ്റെ രൂപം ധരിച്ചവൾ എന്ന് പറഞ്ഞാലോ, നാരായണീയത്തിലും അതുപോലെ തന്നെ ലളിതോപാഖ്യാനത്തിലൊക്കെ ദേവി തന്നെ പറയുന്നുണ്ട്, എൻ്റെ തന്നെ പൗരുഷ രൂപം ആണ് ഗോപിക ജനങ്ങളെ മോഹിപ്പിക്കുന്ന കൃഷ്ണരൂപം എന്ന്. അതായത് ദേവിയുടെ രൂപം തന്നെയാണ് ആ കൃഷ്ണൻ ആ ഗോപികമാരുമായിട്ട് ആ ഗോപികമാരെ സന്തോഷിപ്പിക്കുന്ന കൃഷ്ണൻ്റെ രൂപം ദേവി തന്നെയാണ് എന്ന് പറയുന്നുണ്ടെന്ന്. അപ്പം വിഷ്ണുവും പറയുന്നുണ്ട്, ലളിതോപാഖ്യാനത്തിലും പറയുന്നുണ്ട്, വീരഭദ്രനോട് ദേവി തന്നെ പറഞ്ഞതാണ് 4 രൂപത്തിൽ ഞാൻ ഭവിക്കുന്നു എന്ന്. ഗോകുല അല്ലെങ്കിൽ ഗോകരൂപത്തിൽ ഭവാനിയായും, ശോകരൂപത്തിൽ ഭവാനിയായിട്ടും, യുദ്ധത്തിൽ ദുർഗയായും, ക്രോധരൂപത്തിൽ കാളിയായും, പുരുഷരൂപത്തിൽ ദേവി തൻ്റെ രൂപം പുരുഷനായും ധരിച്ച് ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വിഷ്ണു പുരാണത്തിലും ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ദേവി തന്നെ പറഞ്ഞതാണ്, ഞാൻ പുരുഷരൂപം ധരിച്ച്
ഇത് ചെയ്യുന്നു. അപ്പം നമ്മൾ നാമം ചൊല്ലുമ്പോൾ അമ്മേ നാരായണ എന്ന് ചൊല്ലുന്ന അതുകൊണ്ടാണ്. ദേവി പുരുഷരൂപവും ധരിച്ചിട്ടുണ്ട്. ഏത് രൂപം വേണേലും ധരിക്കാനുള്ള ശക്തിയും ധൈര്യവും സാമർഥ്യവും ദേവിക്കുണ്ടല്ലോ. അപ്പം വിഷ്ണു രൂപിണി, വിഷ്ണു രൂപം ധരിച്ചവൾ, അല്ലെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ രൂപത്തിലുള്ളവൾ, നാരായണി എന്ന് വേണമെങ്കിൽ നമുക്ക് പേര് പറയാം ആ ദേവിയെ. നാരായണൻ്റെ രൂപത്തോടു കൂടിയവൾ നാരായണി, വിഷ്ണുവിൻ്റെ രൂപത്തോടു കൂടിയവൾ വൈഷ്ണവി എന്നൊക്കെ. അപ്പം ഈ ഗോപികാ ജനങ്ങളെ സന്തോഷിപ്പിക്കാനായിട്ട് എടുത്ത കൃഷ്ണരൂപമാണ് ദേവിയുടെ. അതുകൊണ്ട് വിഷ്ണു രൂപിണി എന്ന് ദേവിക്ക് പേര് കൊടുത്തു. അത് ഓരോ അസുരന്മാരോട് ഇടപെടുമ്പോഴും അവർക്ക് അനുയോജ്യമായ രൂപം രൂപം എടുക്കുമായിരുന്നു ദേവി. അതാണ് ഇവിടെ പറഞ്ഞത്, വിഷ്ണു രൂപിണി. അടുത്ത നാമം അയോനിഹി. യോനി എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥം, ഒന്ന് കാരണമെന്നും വേറൊന്ന് ഇരിപ്പിടമെന്നും. അപ്പം അയോനി എന്ന് പറഞ്ഞാലോ ഇരിപ്പിടമില്ലാത്തവളെന്നും കാരണമില്ലാത്തവളെന്നും. കാരണമില്ലാത്തവൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉള്ളവളാണ് ദേവി, ജനിച്ചിട്ടില്ല, ജനനമില്ല. അപ്പോൾ ഇരിപ്പിടം എന്ന അർത്ഥത്തിലാണ്. പ്രത്യേകം ദേവിക്ക് ഒരു ഇരിപ്പിടം ഉണ്ടോ? അതുമില്ല. അപ്പോൾ ഇരിപ്പിടമില്ലാത്തവളെന്നും കാരണമില്ലാത്തവളെന്നും അർത്ഥത്തിൽ അയോനിഹി എന്ന് ദേവിക്ക് പേര്. അടുത്ത നാമം യോനി നിലയ. യോനിയായും നിലയമായും സ്ഥിതി ചെയ്യുന്നവൾ, അതായത് ഉത്ഭവസ്ഥാനവും വാസസ്ഥാനവുമായി ഇരിക്കുന്നവൾ എന്നർത്ഥം. ഉൽപ്പത്തിയിലും സ്ഥിതിയിലും ദേവി തന്നെ, സ്ഥിതിയും ഉൽപ്പത്തിയും എല്ലാം ദേവി തന്നെ എന്ന് പറയുന്നു. അപ്പോൾ ശ്രീചക്രത്തിലെ ബിന്ദുവിൽ സ്ഥിതി ചെയ്യുന്നവളെന്ന് നമുക്കെടുക്കാം യോനി നിലയ. യോനിയായും നിലയമായും സ്ഥിതി ചെയ്യുന്നവളെന്നും ഉത്ഭവസ്ഥാനവും വാസസ്ഥാനവും ആയവളെന്നും ശ്രീചക്രത്തിലെ ബിന്ദുവിൽ സ്ഥിതി ചെയ്യുന്നവളെന്നും ഒക്കെ നമുക്ക് അർത്ഥം എടുക്കാം. അപ്പോൾ യോനി നിലയ, നിലയം എന്ന് പറഞ്ഞാൽ നിവാസസ്ഥാനം. അടുത്ത നാമമാണ് കൂടസ്ഥ. കൂടത്തിൽ കൂടം പോലെ സ്ഥിതി ചെയ്യുന്നവൾ. കൂടം എന്ന് പറഞ്ഞാൽ ഈ കൊല്ലൻ്റെ ആലയിൽ ആൻവിൽ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതിനെ കൂടം എന്നാണ് പറയുക. അതിൻ്റെ മേളിൽ വെച്ചാണ് ഈ ഇരുമ്പുകൾ, പഴുപ്പിച്ച ഇരുമ്പിനെ പല രീതിയിൽ പല ആകൃതിയിലാക്കി എടുക്കുന്നത്. അതിനെ കൂടം എന്നാണ് പറയുക. അപ്പം ഇവിടെ നമ്മൾക്ക് അർത്ഥം എടുക്കാം, കൂടം എന്ന് പറഞ്ഞാൽ അജ്ഞാനം. അജ്ഞാനം എന്നർത്ഥമുണ്ട്, കുറവെന്നർത്ഥമുണ്ട്, രഹസ്യം എന്നർത്ഥമുണ്ട്, അങ്ങനെ പല അർത്ഥങ്ങളുണ്ട്. ഇവിടെ കൂടസ്ഥ, ആ കൂടത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നർത്ഥം. ഇപ്പോൾ കൊല്ലൻ്റെ ആലയിലെ കൂട, ആൻവിൽ, ANVIL, ആൻവിൽ വെച്ച് അടിച്ചു വരുത്തിയല്ലേ കൊല്ലൻ പലതരത്തിലുള്ള സാധനങ്ങൾ നിർമ്മിക്കുന്നത്. അതുപോലെ നമ്മളുടെ ഒക്കെ ഹൃദയത്തിലുള്ള ദേവി നമ്മളെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കുന്ന, അജ്ഞാനം വരുത്തിയിട്ട് നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നു. അപ്പോൾ അജ്ഞാനത്തിനെ മാറ്റി ജ്ഞാനത്തെ തരുന്നത് ദേവി ആയതുകൊണ്ട് ദേവിക്ക് ഇവിടെ പേര് കൂടസ്ഥ, കൂടത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നർത്ഥം. അടുത്തത് കുലരൂപിണി. കുലം എന്ന് പറഞ്ഞാൽ കുലമെന്നും കുളമെന്നും എടുക്കാം. കുലം എന്ന് പറയുകയാണെങ്കിൽ ഒരു കുലത്തെ സംബന്ധിച്ചത്. ഇനി കുളം എന്ന കൗളമാർഗത്തിലാണെങ്കിൽ കൗളമാർഗ ഉപാസനാ രീതിയുണ്ട്. അതിലാണെങ്കിൽ ഉപാസിക്കപ്പെടുന്നവൾ എന്നർത്ഥം. അപ്പോൾ ഉപാസിക്കപ്പെടുന്നവൾ എന്ന അർത്ഥത്തിൽ അല്ലേ ഇവിടെ വംശം, കുലം എന്നൊക്കെ പറഞ്ഞാൽ കുലം, വംശം, പരമ്പര എന്നൊക്കെ ഒരർത്ഥമുണ്ട്. പിന്നെ കുലം കൂട്ടം എന്നൊരർത്ഥമുണ്ട്. വിധി, അതായത് പൂജാവിധിയുടെ സ്വരൂപമായിരിക്കുന്നവൾ എന്ന് നമുക്ക് അർത്ഥം എടുക്കാം. കുലരൂപിണി. ആ കുലം എന്ന് പറഞ്ഞാൽ കൗളം, സമയം എന്നൊക്കെ അർത്ഥം.
അപ്പോൾ സമയത്തിൽ അല്ലെങ്കിൽ കവളാമാർഗത്തിൽ അല്ലെങ്കിൽ സമയാചാരത്തിൽ ഉപാസിക്കപ്പെടുന്നവളെന്ന് ഒരർത്ഥം, കുലത്തെ സംബന്ധിച്ചത് എന്ന്. ബാഹ്യപൂജാവിധിയുടെ സ്വരൂപത്തോടു കൂടി അവളെന്നും നമുക്കെടുക്കാം. മൂന്നാമത്തേത് വംശം, പരമ്പര ഒക്കെ കുലമാണ്. അപ്പോൾ ആ കുലങ്ങൾക്കെല്ലാം കുലദേവതമാരുണ്ട്. ആ കുലരൂപത്തിലിരിക്കുന്നവൾ എന്നർത്ഥം. കവളമാർഗവും കുലം രൂപമായിരിക്കുന്നവളും എന്നർത്ഥം. അപ്പോൾ ഈ ശ്ലോകത്തിൽ വിശ്വഗ്രാസ, വിശ്വങ്ങളെ ഗ്രസിക്കുന്നവൾ, വിദ്രുമാഭ, പവിഴം പോലെ ശോഭിക്കുന്നവൾ, വൈഷ്ണവി, വിഷ്ണുവിനെ സംബന്ധിച്ചവൾ, വിഷ്ണുരൂപിണി, വിഷ്ണുവിൻ്റെ രൂപത്തിലുള്ളവൾ, അയോനിഹി, യോനി കാരണമില്ലാത്തവൾ, എപ്പോഴുമുള്ളവൾ എന്നൊക്കെ അർത്ഥം. യോനി നിലയ, യോനിയായും നിലയമായും സ്ഥിതി ചെയ്യുന്നവൾ. അപ്പം ഇവിടെ യോനി നിലയ, യോനിയായും നിലയമായും സ്ഥിതി ചെയ്യുന്ന ഉത്ഭവസ്ഥാനവും വാസസ്ഥാനവും ദേവി തന്നെ എന്നർത്ഥം. അടുത്ത നാമം കൂടസ്ഥ, കൂടത്തിൽ കൂടം പോലെ സ്ഥിതി ചെയ്യുന്നവൾ എന്ന് അർത്ഥം. കൂടം എന്നാൽ അജ്ഞാനം, മറവ്, രഹസ്യം എന്നൊക്കെ അർത്ഥം. കുലരൂപിണി, കുലം അതായത് കവളമാർഗം, സമയാചാരം, അതിൽ ഉപാസിക്കപ്പെടുന്നവൾ എന്നർത്ഥം. പൂജാവിധിയുടെ സ്വരൂപത്തോടു കൂടിയവൾ. വംശം, പരമ്പര ഒക്കെ കുലമാണ്. അപ്പം ഈ ശ്ലോകത്തിൽ വിശ്വഗ്രാസ, വിദ്രുമാഭ, വൈഷ്ണവി, വിഷ്ണുരൂപിണി, അയോനിര്യോനി നിലയ, കൂടസ്ഥ, കുലരൂപിണി. അടുത്ത ശ്ലോകം വീരഗോഷ്ഠിപ്രിയ, വീര, നൈഷ്കർമ്മ്യ, നാദരൂപിണി, വിജ്ഞാനകലന, കല്യ, വിദഗ്ധ, ബൈന്ദവാസന. 8 നാമങ്ങളുണ്ട്. വീരഗോഷ്ഠിപ്രിയ, വീര, നൈഷ്കർമ്മ്യ, നാദരൂപിണി, വിജ്ഞാനകലന, കല്യ, വിദഗ്ധ, ബൈന്ദവാസന. ഇതാണ് 8 നാമങ്ങൾ. ആദ്യത്തെ നാമം നോക്കാം. വീരഗോഷ്ഠിപ്രിയ. ഗോഷ്ഠി എന്നാൽ സഭ എന്നൊരർത്ഥം. കൂടാതെ പശുക്കൂട്, തൊഴുത്തെന്ന് പറയില്ലേ നമ്മൾ, ഗോഷ്ഠം, ഗോക്കൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം. വീരഗോഷ്ഠിപ്രിയ, ഗോഷ്ഠി സമൂഹം, കൂട്ടം എന്നൊക്കെ അർത്ഥം. ഗോക്കൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം. വീരഗോഷ്ഠിപ്രിയ. അടുത്തത് വീര, സ്വയം വീര്യമുള്ളവൾ. വീരന്മാരായ ഭർത്താക്കന്മാരോ മക്കളോ ഒക്കെ ഉള്ളവർ. പതിപുത്രപതി, വീര എന്ന്. അടുത്ത നാമം നൈഷ്കർമ്മ്യ, കർമ്മബന്ധങ്ങളില്ലാത്തവൾ, കർമ്മങ്ങളെ അതിക്രമിച്ചവൾ എന്നൊക്കെ അർത്ഥം. നാദരൂപിണി, നാദബ്രഹ്മമായവൾ, പ്രണവസ്വരൂപിണിയായ ഓങ്കാരമായവൾ. സ്വയം വീര്യമുള്ളവൾ വീര. നൈഷ്കർമ്മ്യ, കർമ്മബന്ധങ്ങളില്ലാത്തവൾ, കർമ്മങ്ങളെ അതിക്രമിച്ചവൾ.
നാദരൂപിണി, നാദബ്രഹ്മമായവൾ, പ്രണവസ്വരൂപിണി, ഓങ്കാര സ്വരൂപിണി എന്നൊക്കെ അർത്ഥം. ഇവിടെ നാദരൂപിണി, നാദബ്രഹ്മമായവൾ, പ്രണവ സ്വരൂപിണിയായവൾ, നാദരൂപിണി, നാദബ്രഹ്മമായവൾ, നാദം സ്വരൂപമായിരിക്കുന്നവൾ അല്ലേ. പ്രണവസ്വരൂപിണി, ഓങ്കാരരൂപിണി, വേദസ്വരൂപിണി, ഓങ്കാരസ്വരൂപിണി എന്നൊക്കെ പറയാം. അടുത്ത നാമം വിജ്ഞാനകലന, വിജ്ഞാനത്തെ കലനം ചെയ്യുന്നവൾ, ബ്രഹ്മസ്വരൂപിണിയായ ദേവി, ബ്രഹ്മസാക്ഷാത്കാരം സ്വയം നേടിയവളാണ്. അപ്പോൾ ബ്രഹ്മസാക്ഷാത്കാരത്തെ നൽകുന്നവൾ എന്ന അർത്ഥത്തിൽ രണ്ടുപേരും കൂടി അമ്പലത്തിൽ പോകണം അല്ലേ. ഈ ബ്രഹ്മസാക്ഷാത്കാരത്തിന് എന്ത് ചെയ്യണം? ഈ വിജ്ഞാനത്തെ കലനം ചെയ്യുന്നവൾ ബ്രഹ്മസ്വരൂപിണിയായ ദേവി, ബ്രഹ്മ സാക്ഷാത്കാരം സ്വയം നേടിയവളാണ്. ബ്രഹ്മസാക്ഷാത്കാരത്തെ നൽകുന്നവൾ എന്ന അർത്ഥത്തിൽ വിജ്ഞാന കലന എന്ന് ദേവിക്ക് പേര്. വേദാംഗങ്ങളും 4 വേദങ്ങളും 4 വേദാന്തങ്ങളും എല്ലാം ബ്രഹ്മസാക്ഷാത്കാരത്തെ നൽകുന്നതാണ് ദേവി. അപ്പോൾ അറിവിൻ്റെ എല്ലാം ശാഖകളെ ചേർത്ത് വിജ്ഞാനം, 14 വിദ്യകൾ വിജ്ഞാനകലന അല്ല, നമ്മൾ നൈഷ്കർമ്മ്യം പറഞ്ഞില്ല അല്ലേ. കർമ്മബന്ധങ്ങളില്ലാത്തവൾ, കർമ്മങ്ങളെ അതിക്രമിച്ചവൾ, നാദരൂപിണി, നാദബ്രഹ്മമായവൾ, തന്നെ പ്രണമിക്കുന്ന പ്രണവസ്വരൂപിണിയായ ഓങ്കാരരൂപിണിയാണ് ദേവി. വിജ്ഞാനകലന, വിജ്ഞാനത്തെ കലനം ചെയ്യുന്നവൻ, വിജ്ഞാനത്തെ കലനം ചെയ്യുന്നവൾ ബ്രഹ്മസ്വരൂപിണി. വിജ്ഞാനകലന, വിജ്ഞാനത്തെ കലനം ചെയ്യുന്നവൾ, ബ്രഹ്മസ്വരൂപിണിയായ ദേവി, നാദരൂപിണി, നാദബ്രഹ്മമായവൾ, പ്രണവസ്വരൂപിണി എന്നർത്ഥം. വിജ്ഞാനകലന, വിജ്ഞാനത്തെ കലനം ചെയ്യുന്നവൾ. കലനം ചെയ്യുന്ന പറഞ്ഞാൽ ബ്രഹ്മരൂപിണിയായ ദേവി ബ്രഹ്മസാക്ഷാത്കാരം സ്വയം നേടിയവളാണ്. അപ്പോൾ ബ്രഹ്മസാക്ഷാത്കാരത്തെ നൽകുന്നവൾ അറിവിൻ്റെ എല്ലാം ശാഖകളെ ചേർത്ത് വിജ്ഞാനമാക്കി വിജ്ഞാനത്തെ കലനം ചെയ്യുന്നവൾ. കല്യ, സമർത്ഥ എന്നർത്ഥം. അപ്പോൾ വിജ്ഞാന കലന എന്ന് പറഞ്ഞാൽ ബ്രഹ്മമാണ്, അല്ലെങ്കിൽ ബ്രഹ്മാനുഭൂതിയെ സാക്ഷാത്കരിക്കുന്നവൾ എന്നർത്ഥം. ഇനി കല്യ എന്ന് പറഞ്ഞാൽ സമർത്ഥ, ആരോഗ്യം, സാമർഥ്യം ഒക്കെ. കല്യ, സമർത്ഥ എന്നർത്ഥം അല്ലേ. സാമർഥ്യം, ആരോഗ്യം, ശക്തി, കലാപസ്വരൂപിണി എന്നാണ് ദേവി. കല്യ, സമർത്ഥ എന്നർത്ഥം. അടുത്ത നാമം വിദഗ്ധ, വൈദഗ്ധ്യമുള്ളവൾ. വിദഗ്ധ,
വൈദഗ്ധ്യമുള്ളവൾ, സാമർഥ്യമുള്ളവൾ എന്ന് തന്നെ അർത്ഥം. ബൈന്ദവാസന, ബിന്ദുവിനെ സംബന്ധിച്ചത് ബിന്ദുവിൽ സ്ഥിതി ചെയ്യുന്നവൾ. ബൈന്ദവാസന, ബിന്ദു ശ്രീചക്രത്തിൻ്റെ മധ്യത്തിലുള്ള ബിന്ദുവിൽ സർവ ആനന്ദമയ ചക്രത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്ന അർത്ഥത്തിൽ വിദഗ്ധ, ബൈന്ദവാസന. അപ്പോൾ ഈ ശ്ലോകം വീരഗോഷ്ഠിപ്രിയ, വീരഗോഷ്ഠിപ്രിയ, ഗോഷ്ഠി സമൂഹം, കൂട്ടം, ഗോക്കൾ സ്ഥിതി ചെയ്യുന്ന തൊഴുത്ത്, അതാണ് ഗോഷ്ഠി. വീര, സ്വയം ഉള്ളവൾ, വീരന്മാരായ ഭർത്താക്കന്മാരോ ബന്ധുക്കളോ ഉള്ളവളാണ് വീര. അടുത്ത നൈഷ്കർമ്മ്യ, കർമ്മബന്ധങ്ങളില്ലാത്തവൾ. വിജ്ഞാനകലന, അടുത്ത നാമം വിജ്ഞാനകലന, വിജ്ഞാനത്തെ കലനം ചെയ്യുന്നവൾ. കല്യ, സാമർഥ്യമുള്ളവൾ. വിദഗ്ധ, വൈദഗ്ധ്യമുള്ളവൾ. ബൈന്ദവാസന, ബിന്ദുവിനെ സംബന്ധിച്ചവൾ. ഈ ശ്ലോകം വീരഗോഷ്ഠിപ്രിയ, വീര, നൈഷ്കർമ്മ്യ, നാദരൂപിണി, വിജ്ഞാനകലന, കല്യ, വിദഗ്ധ, ബൈന്ദവാസന. അടുത്ത ശ്ലോകം തത്വാധിക, തത്വമയി, തത്വമർത്ഥസ്വരൂപിണി, സാമഗാനപ്രിയ, സൗമ്യ, സദാശിവകുടുംബിനി. 6 നാമങ്ങൾ. തത്വാധിക, തത്വമയി, തത്വമർത്ഥസ്വരൂപിണി, സാമഗാനപ്രിയ, സൗമ്യ, സദാശിവകുടുംബിനി. ആദ്യത്തെ നാമം തത്വാധിക, തത്വങ്ങളിൽ നിന്നെല്ലാം അധികമായവൾ എന്ന് പറഞ്ഞാൽ ദേവിയുടെ മുകളിൽ ദേവിയോട് ചോദിക്കാൻ ആരുമില്ല. അപ്പം പിന്നെ അതിന് മുകളിൽ ആരും ഇല്ലാത്തപ്പോൾ വല്ലതും ദേവിക്ക് വല്ലവരും പറയുന്നത് കേൾക്കണോ? വേണ്ട. അപ്പം തത്വത്തെ അതിക്രമിച്ചവൾ എന്ന അർത്ഥത്തിൽ തത്വാധിക. ഇനി ഒന്നിൻ്റെ ഭാവത്തെ സൂചിപ്പിക്കുന്നത് തത്വാധിക, തത്വങ്ങളിൽ നിന്ന് അധികമായവൾ, തത്വത്തെ അതിക്രമിച്ചവൾ എന്നൊക്കെ അർത്ഥം. പുരുഷഭാവവും സ്ത്രീഭാവവും ഉണ്ട്. പുരുഷഭാവത്തെ പുരുഷത്വമെന്നും സ്ത്രീഭാവത്തെ സ്ത്രീത്വം എന്നും പറയുന്നു. തത്വാധിക, പ്രളയം വരെ നിലനിൽക്കുന്നവ എന്നർത്ഥം. അടുത്ത നാമം, അതായത് നമ്മൾ ഈ തത്വം എന്നൊക്കെ പറയുന്നത് നമ്മളുടെ പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും 5 മാത്രകളുമൊക്കെയാണ്. അതായത് സൃഷ്ടിയുടെ ആദിയിലുണ്ടായി പ്രളയത്തിലായിരിക്കുന്നവ ആ പഞ്ചഭൂതങ്ങൾ, ആകാശം, ഭൂമി, ജലം, വായു, അഗ്നി. തത്വാധിക, തത്വങ്ങളിൽ നിന്ന് അതിക്രമിച്ചവൾ, തത്വത്തെയൊക്കെ അതിക്രമിച്ചവൾ. ഒന്നിൻ്റെയും ഭാവത്തെ തസ്യഭാവത്തെ സൂചിപ്പിക്കുക. തത്വം, ട്രൂത്ത്. അടുത്ത നാമം ഇവിടെ ഭൂമി, ജലം, വായു, അഗ്നി തുടങ്ങിയ തന്മാത്രകളായ 5 വിഷയങ്ങൾ, അതിനെ അറിയിക്കാനുള്ള 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, പിന്നെ പ്രവർത്തിക്കാനുള്ള 5 കർമ്മേന്ദ്രിയങ്ങൾ. ഇതെല്ലാം ഒരഹങ്കാരത്വവുമില്ലാതെ മനസ്സ്, ബുദ്ധി,
തത്വാധിക തത്വമയി. തത് ത്വം ഐ ആണ് തത്വമയി. ഇവിടെ ഈ തത്വാധിക എന്ന് പറഞ്ഞില്ലേ, അവിടെ ഈ തത്വം എന്നൊക്കെ പറയുന്നത് ആണ് ഞാൻ പറഞ്ഞ പഞ്ചഭൂതങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും 5 ജ്ഞാനേന്ദ്രിയങ്ങളും പിന്നെ മഹത്തത്വവും ബുദ്ധിതത്വവും എല്ലാം കൂടിയത്. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിലേ സൃഷ്ടി നടക്കുകയുള്ളൂ. അതുകൊണ്ട് ഇതിനെ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ചത് അതിനു വേണ്ട റോ മെറ്റീരിയൽസ് ആയിരുന്നു ഇവ. തത്വാധിക തത്വം, തത്വത്തിനതീതമായവൾ. തത്വമയി തത് ത്വം ഐ, അത് നീയാകുന്നു. തത് ത്വം ഐ തത്വമയി, തത്വത്തിൻ്റെ രൂപമായിരിക്കുന്നവൾ, തത്വങ്ങളുടെ രൂപത്തോടു കൂടിയവൾ എന്നൊക്കെ അർത്ഥം. സ്വർണ്ണവും ആഭരണവും പോലെ സ്വർണത്തിനെ ചുട്ടുപഴുപ്പിച്ച് പല ആഭരണങ്ങളാക്കി മാറ്റുന്നു. പക്ഷേ ആ ആഭരണം മാറ്റിയാലും അത് സ്വർണം തന്നെയല്ലേ? അതുപോലെയാണ് ഭഗവാന്റെ കാര്യം, ദേവിയുടെ കാര്യം. ഇനി തത്വം അർത്ഥസ്വരൂപിണി. തത് ത്വം എന്ന പദങ്ങളുടെ സ്വരൂപമായിരിക്കുന്നവൾ. തത് എന്നും ത്വം എന്നും പറയുക. അപ്പോൾ ഇവിടെ പാദവും ഏതൊക്കെയാണ്? ത്വം പരം, ജീവാത്മാവും. അപ്പോൾ അത് രണ്ടുമാണ്. ലക്ഷ്യമോ പരബ്രഹ്മപ്രാപ്തി. അപ്പോൾ തത്വം അർത്ഥസ്വരൂപിണി, തത്വം അർത്ഥസ്വരൂപിണി. അടുത്ത നാമം സാമഗാനപ്രിയ. സാമഗാനപ്രിയ, പ്രിയമായിട്ടുള്ളവൾ. തത്വമർത്ഥസ്വരൂപിണി. തത് ത്വം എന്ന തത്വമർത്ഥസ്വരൂപിണി, തത് ത്വം എന്ന പദങ്ങളുടെ സ്വരൂപമായിരിക്കുന്നവൾ. സാമഗാനപ്രിയ. സാമഗാനപ്രിയ, സാമഗാനം ശ്രിയമായിട്ടുള്ളവൾ, പ്രിയമായിട്ടുള്ളവൾ. സാമഗാനം തത്വാധിക തത്വമയി, തത്വമർത്ഥസ്വരൂപിണി, സാമഗാനപ്രിയ, സാമഗാനം പ്രിയമായിട്ടുള്ളവൾ. സൗമ്യ, സോമൻ ചന്ദ്രൻ മുതലായവയോടുകൂടി, ഉമാദേവിയോടൊക്കെ കൂടിയവൾ. ചന്ദ്രൻ്റെ ഭാവമാണ് ചന്ദ്രനെ സംബന്ധിച്ചവൾ. ചന്ദ്രൻ്റെ ഭാവത്തോടു കൂടിയവൾ, സൗമ്യ ഭാവനയുള്ളവൾ എന്നൊക്കെ അർത്ഥം. അതായത് സോമേശ്വരൻ്റെ വൈഫായിട്ടും എടുക്കാം സൗമ്യ എന്ന്. ഉമാ സൗമ്യ. ഇനി സദാശിവ കുടുംബിനി, സദാശിവൻ്റെ പത്നി. സമയം പോകുന്നു. തത്വാധിക തത്വമയി, തത്വമർത്ഥസ്വരൂപിണി, സാമഗാനപ്രിയ, സൗമ്യ, സദാശിവ കുടുംബിനി. ഇവിടെ സദാശിവ കുടുംബിനി, സദാശിവൻ്റെ പത്നി, കുടുംബത്തെ നയിക്കുന്നവൾ കുടുംബിനി. നമ്മൾ മഹാദേവൻ ഇടത്തെ മടിയിൽ ദേവിയെ വെച്ചിട്ട് വലത്തെ മടിയിൽ ഗണപതിയെയും സുബ്രഹ്മണ്യനെ
നടുക്കും വെച്ചിട്ടിരിക്കുന്നുണ്ട്. അത് സദാശിവ കുടുംബമാണത്. സദാശിവൻ്റെ പത്നിയും കുടുംബം മക്കൾ 2 പേരും ഒന്നിച്ചിരിക്കുന്ന അതും കാളപ്പുറത്തിരിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഫോട്ടോകൾ കാണാം നമുക്ക്. സദാശിവൻ്റെ കുടുംബിനിയായവൾ. അടുത്ത ശ്ലോകം സവ്യ അപസവ്യ മാർഗസ്ഥ സർവാപദ് വിനിവാരിണി സ്വസ്ഥ സ്വഭാവമധുര ധീര സമർച്ചിത. സവ്യ അപസവ്യ മാർഗസ്ഥ, സവ്യവും അപസവ്യവുമായ മാർഗങ്ങളിൽ സ്ഥിതി ചെയ്യുന്നവൾ. സവ്യം ഇടത്താണ്, ദക്ഷിണം വലത്താണ്. ഇനി സവ്യം എന്നുള്ളത് ഉത്തരമെന്നും ദക്ഷിണമെന്നും. ഉത്തരം എന്ന് പറഞ്ഞാൽ വടക്ക്, ദക്ഷിണം എന്ന് പറഞ്ഞാൽ തെക്ക്. വടക്കും തെക്കുമായതും ഇടതും വലതുമായതുമായ ഇതിന് സ്ഥാനത്തെയാണ് സവ്യ അപസവ്യം എന്ന് പറയുന്നത്. അപ്പോൾ സവ്യവും അപസവ്യവുമായ മാർഗത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ, അതായത് കൗളാചാര്യവും സമയാചാരവും രണ്ടും ദേവി ഉപാസന വിധികളാണ്. അപ്പോൾ അതിൽ ഒക്കെ സ്ഥിതി ചെയ്യുന്നവൾ ദേവിയാണ് എന്നർത്ഥം. അടുത്തത് സർവ ആപത്ത് വിനിവാരിണി, എല്ലാ ആപത്തുകളെയും വിശേഷേണ നിവാരണം ചെയ്യുന്നവൾ എന്നർത്ഥം. എല്ലാ ആപത്തുകളെയും നീക്കിത്തന്ന് നമ്മളെ അനുഗ്രഹിക്കുന്ന ദേവിയാണ്. അപ്പോൾ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നുണ്ടാകുന്ന ആദിഭൗതികവും പിന്നെ ദൈവങ്ങളിൽ നിന്നുണ്ടാകുന്ന ആദിദൈവികവും അവനവനിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന ആധ്യാത്മവും ആണ്. മഴ, മിന്നൽ, സുനാമി ഇതൊക്കെ അപസവ്യ മാർഗസ്ഥ സർവാപത്തു വിനിവാരിണി സ്വസ്ഥ, തന്നിൽ തന്നെ സ്ഥിതി. സ്വ എന്ന് പറഞ്ഞാൽ താൻ തന്നെ. ഈ ആപത്തെന്ന് പറഞ്ഞാൽ 3 ആപത്തുകളാണ് സാധാരണ ഉണ്ടാകുന്ന: ആദിഭൗതിക, ആദിദൈവികം, ആധ്യാത്മികം. ഇത് 3. ഇതിൽ നിന്നൊക്കെ രക്ഷിക്കുന്ന ദേവിയാണ് എന്നർത്ഥം. എല്ലാ ആപത്തുകളെയും നിവാരണം ചെയ്യുന്നവൾ. വിനിവാരിണി എന്ന് പറഞ്ഞുകൊണ്ട് വിശേഷേണ നിവാരണം ചെയ്യുന്നവൾ എന്നെടുക്കാം. സ്വസ്ഥ, തന്നിൽ തന്നെ സ്ഥിതി ചെയ്യുന്നവൾ, സ്വർഗത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നർത്ഥം. തന്നിൽ തന്നെ എന്ന് പറയുമ്പം സ്വർഗത്തിൽ തന്നെ, മറ്റൊന്നിനെയും ആശ്രയിക്കാതെ തന്നിൽ തന്നെ സ്ഥിതി ചെയ്യുന്നവൾ, ശാന്തയായിരിക്കുന്നവൾ. സ്വസ്ഥ. സ്വഭാവമധുര, സ്വഭാവം കൊണ്ട് എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നവൾ. സ്വഭാവമാധുര്യം ശ്രേഷ്ഠമാണ്. ശബ്ദമാധുര്യം, ഗുണം മാധുര്യം, സൗന്ദര്യാദികളിൽ മാധുര്യം, ഭഗവാനെക്കുറിച്ചെല്ലാം മധുരം. മധുര അഷ്ടകം തന്നെ വല്ലഭാചാര്യർ രചിച്ചിട്ടുണ്ട്. വല്ലഭാചാര്യർ അധരം മധുരം, വദനം മധുരം, ഓരോന്നും ഭഗവാന്റെ തലമുടി മുതൽ പാദം വരെയുള്ള എല്ലാ അവയവങ്ങളെയും മധുരം 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 എന്ന് പറഞ്ഞ് മധുരാഷ്ടകം ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പോൾ എല്ലാവരിലും മധുരസ്മരണ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ മധുരസ്മരണയായ ആഹ്ലാദം നൽകി അനുഗ്രഹിക്കുന്നു ദേവി. അതുകൊണ്ട് ദേവിക്ക് സ്വഭാവ മധുര എന്നും പേരുണ്ട്. ഇനി അടുത്തത് ധീര, ധൈര്യശാലിനിയായവൾ. ധിയം എന്ന് പറഞ്ഞാൽ ബുദ്ധി, അപ്പം രാതി എന്ന് പറഞ്ഞാൽ ചെയ്യുന്നു. അപ്പം ധിയം രാതി ഇതി ധീര, ധൈര്യശാലി ആയവൾ എന്നർത്ഥം. അടുത്ത ഇത് സ്വസ്ഥ, സ്വഭാവ മധുര, ധീര സമർച്ചിത. അല്ലെ, ധീര ധൈര്യശാലിനി, ബുദ്ധിയെ നൽകുന്നവൾ. ധീരസമർച്ചിത, ധീരന്മാരാൽ നന്നായി അർച്ചിക്കപ്പെടുന്നവൾ, സമ്യക്കായി അർച്ചിക്കപ്പെടുന്നവൾ. ധീരന്മാരാൽ സമ്യക്കായി അർച്ചിക്കപ്പെടുന്ന, സമ്യക്കുന്നത് നന്നായിട്ട് അർച്ചിക്കപ്പെടുന്നു, പൂജിക്കപ്പെടുന്നു. അർച്ചനയും പൂജയെല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ ധീരസമർച്ചിത. അപ്പോൾ സവ്യ അപസവ്യ മാർഗസ്ഥ എന്ന് പറഞ്ഞാൽ സവ്യവും അപസവ്യവുമായ മാർഗത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ. സർവ്വ ആപത്തു വിനിവാരിണി, എല്ലാ ആപത്തുകളെയും നീക്കി അനുഗ്രഹിക്കുന്നവൾ.
സ്വസ്ഥ തന്നിൽ തന്നെ സ്ഥിതി ചെയ്യുന്നവൾ, സ്വർഗത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നും പറയാം. സ്വസ്ഥ എന്ന് പറഞ്ഞാൽ, സ്വ എന്ന് പറഞ്ഞാൽ സ്വർഗം എന്നൊരർത്ഥമുണ്ട്. സ്വർഗമുണ്ട്, തന്നിൽ തന്നെ എന്നുണ്ട്. അപ്പം മറ്റൊന്നിനെയും ആശ്രയിക്കാതെ തന്നിൽ തന്നെ സ്ഥിതി ചെയ്യുന്നവളിന് നമുക്കെടുക്കാം. പിന്നെ സ്വസ്ഥയായി ഇരിക്കുക എന്ന് പറഞ്ഞാൽ ശാന്തയായി ഇരിക്കുക എന്നും അർത്ഥമുണ്ട്. സ്വഭാവമധുര, സ്വഭാവം കൊണ്ട് എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നവൾ. ധൈര്യശാലിനി. അടുത്തത് ധീരസമർച്ചിത, ധീരന്മാരാൽ സമ്യക്കായി പൂജിക്കപ്പെടുന്നവൾ. സവ്യാപസവ്യമാർഗസ്ഥ സർവാപദ്വിനിവാരിണി. സ്വസ്ഥ സ്വഭാവമധുര ധീരസമർച്ചിത സർവ ആപത് വിനിവാരിണി. +v വന്നപ്പോൾ ദ്വിയായി മാറി, സർവാപദ്വിനിവാരിണി. ലാസ്റ്റ് ശ്ലോകം. ചൈതന്യാർഘസമാരാധ്യ ചൈതന്യകുസുമപ്രിയ സദോദിത സദാ തുഷ്ട തരുണാദിത്യപാടല. ചൈതന്യാർഘ്യസമാരാധ്യ, ചൈതന്യമാകുന്ന അർഘ്യം, ചൈതന്യത്തെ അർഘ്യമാക്കി സമ്യക്കായി ആരാധിക്കപ്പെടുന്നവൾ. അതാണ് ചൈതന്യാർഘ്യ സമാരാധ്യ എന്ന് പറഞ്ഞ്. ഇവിടെ അർഘ്യം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠന്മാരായ പൂജിതരായ ആൾക്കാർ വരുമ്പം അല്ലെങ്കിൽ ഒരു പൂജയ്ക്കൊക്കെ അർഘ്യം ചെയ്യാൻ കൈ കഴുകാൻ ഉപയോഗിക്കുന്ന വെള്ളത്തെയാണ് അർഘ്യം എന്ന് പറയുന്നത്. പിന്നെ ആചാര്യന്മാരൊക്കെ വരുമ്പോൾ അവരെ കാല് കഴുകിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളമാണ് പാദ്യം. അപ്പോൾ പാദ്യം, അർഘ്യം എന്നൊക്കെ പറയുന്ന പൂജാവിധികളിലെ ഓരോ സാധനങ്ങളാണ്. അപ്പോൾ ഇവിടെ അർഘ്യം എന്ന് പറഞ്ഞാൽ ഈശ്വര പൂജകളിലെല്ലാം ഈ അർഘ്യവും പാദ്യവും ഒക്കെ ഉണ്ട്. നമ്മളൊരു പൂജ ചെയ്യുമ്പം അതിൽ ആരാധിച്ച് കൊണ്ടിരുത്തുമ്പോൾ കാല് കഴുകിച്ച് കൈ കഴുകിച്ചൊക്കെയാണ്. അപ്പം കാല് കഴുകിക്കുന്ന വെള്ളത്തിനെ പാദ്യമെന്നും കൈ കഴുകാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിനെ അർഘ്യമെന്നും പറയും. അപ്പോൾ അത് രണ്ടും പൂജകളിൽ ചൈതന്യമായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ അതിന് യോഗ്യയായവളാണ് ദേവി. ആ അർഘ്യം പാദ്യം ഇതിലെല്ലാം താമരേതളും ചന്ദനവും തുടങ്ങിയ ശ്രേഷ്ഠമായ വെള്ളമാണ്, അല്ലാതെ ചുമ്മാ വെള്ളമല്ല. അപ്പോൾ അതിൽ പിന്നെ മന്ത്രങ്ങളെല്ലാം ചൊല്ലി പുണ്യമാക്കിയിട്ടുള്ള വെള്ളം, ആ ശ്രേഷ്ഠമായ വെള്ളത്തെ നൽകുന്നു. അപ്പോൾ ഇവിടെ ചൈതന്യം എന്നാൽ ആത്മാ എന്ന് പറയുന്നു. അപ്പോൾ സ്വന്തം ആത്മാവിനെ അർഘ്യമായി സമർപ്പിക്കുന്നു ദേവിക്ക്. അപ്പം ഈ ചൈതന്യം എന്നൊക്കെ പറഞ്ഞാൽ അറിവും ജ്ഞാനത്തെയും ചൈതന്യം എന്ന് എടുക്കാം. അപ്പം നമ്മുടെ മനസ്സിനെ തന്നെ നമ്മൾ ദേവിക്ക് അർപ്പിക്കുന്നു എന്ന് എടുക്കാം നമുക്ക്. അപ്പം ചൈതന്യ അർഘ്യ സമ ആരാധ്യ, ചൈതന്യമാകുന്ന അർഘ്യത്തെ സമ്യക്കായി അർഘ്യം ഉപയോഗിച്ച് ആരാധിക്കപ്പെടുന്നവൾ. ഈ ഈശ്വര പൂജാദികളിൽ ദേവീദേവന്മാർക്ക് വിശിഷ്ട വ്യക്തികൾക്കൊക്കെ കാല് കഴുകാനും കൈ കഴുകാനും കൊടുക്കുന്ന വെള്ളത്തെയാണ് പാദ്യമെന്ന് പാദം കഴുകാൻ ഉപയോഗിക്കുന്ന വെള്ളവും അർഘ്യം കൈ കഴുകാൻ കൊടുക്കുന്ന വെള്ളവുമാണ്. അപ്പോൾ പൂജകളിൽ ചൈതന്യമാകുന്ന അർഘ്യം നൽകി ആരാധിക്കാൻ യോഗ്യയായവളാണ് ദേവി എന്നർത്ഥം. അതുകൊണ്ട് ചൈതന്യാർഘ്യ സമാരാധ്യ. രണ്ടാമത്തെ നാമാണ് ചൈതന്യ കുസുമപ്രിയ. 8 അക്ഷരമുള്ള 2 വലിയ നാമമാണ്. ചൈതന്യ കുസുമപ്രിയ, ചൈതന്യം, നമ്മളിലുള്ള ആ ചൈതന്യം, ജ്ഞാനം, മനസ്സ്, നമ്മുടെ മനസ്സ്, ജ്ഞാനം, ആത്മചൈതന്യം എന്നൊക്കെ പറയും. അത് ആ ആത്മചൈതന്യമാകുന്ന പുഷ്പം, പ്രിയമായിട്ടുള്ളവൾ. അപ്പം നമ്മളെയൊക്കെ ദേവിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നർത്ഥം. നമ്മളിലൊക്കെ ആ ദേവിയുടെ ചൈതന്യം ഉള്ളത് കൊണ്ടാണ് നമ്മൾക്കൊക്കെ എത്ര ഇതുള്ളത്. അപ്പം നമ്മൾ ആ ചൈതന്യമാകുന്ന പുഷ്പം പ്രിയമായിട്ടുള്ളവളാണ് ദേവി. അതുകൊണ്ട് ചൈതന്യ കുസുമപ്രിയ എന്ന്, നമ്മളുടെ ഹൃദയമാകുന്ന പുഷ്പം പ്രിയമായിട്ടുള്ളവൾ ചൈതന്യ കുസുമപ്രിയ. കുസുമ പൂവാണ്, പുഷ്പം. അപ്പം ചൈതന്യമാകുന്ന കുസുമം അല്ലെങ്കിൽ പുഷ്പം പ്രിയമായിട്ടുള്ളവൾ. അടുത്ത നാമം സദോദിത, സദാ ഉദിത. സദാ എന്ന് പറഞ്ഞാൽ എപ്പോഴും, ഉദിത എന്ന് പറഞ്ഞാൽ ഉച്ചത്തിൽ, ഉയർന്ന്, പ്രകാശിക്കുക എന്നൊക്കെ അർത്ഥം. അപ്പം എപ്പോഴും, സദാ എന്ന് പറഞ്ഞാൽ എപ്പോഴും പ്രകാശിക്കുന്നവൾ, എല്ലാ സമയത്തും ഒരേപോലെ പ്രകാശിക്കുന്നവൾ എന്നൊക്കെ എടുക്കാം.
അപ്പോൾ സൂര്യചന്ദ്രന്മാർക്ക് സമയവും കാലവും വ്യത്യാസമൊക്കെയുണ്ട്. എന്നാൽ ദേവിക്കാകട്ടെ യാതൊരു വ്യത്യാസമില്ല. എപ്പോഴും ഒരേപോലെയുള്ള പ്രകാശമാണ് ദേവിക്ക്. അപ്പം എപ്പോഴും എല്ലായ്പ്പോഴും പ്രകാശിക്കുന്നവൾ എന്ന അർത്ഥത്തിൽ സദോദിത. ഇനി സദാ തുഷ്ട. തുഷ്ട എന്ന് പറഞ്ഞാൽ സന്തോഷം. എപ്പോഴും സന്തോഷമായുള്ളവൾ. ദേവിക്ക് എന്തുകൊണ്ടാണ് സന്തോഷം? ഒന്നിലും ആഗ്രഹവും ഇല്ല, ഒന്നുമില്ല. ബാഹ്യ വസ്തുക്കളിലൊന്നിലും ഒരാഗ്രഹവും ഇല്ല. എല്ലാം ഉണ്ട് ദേവിക്ക്. എല്ലാവർക്കും എല്ലാം കൊടുക്കാനുള്ള ഇതുണ്ട്. അതേസമയം നമ്മൾക്ക് എന്തുകൊണ്ടാണ് സന്തോഷം ഉണ്ടാകാത്തത്? നമ്മൾ ഇല്ലാത്ത വസ്തുവിനെയും കിട്ടാത്ത വസ്തുവിനെയും തിരക്കി പോകുന്നതുകൊണ്ടാണ്. ദേവിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എല്ലാം ദേവിക്കുണ്ട്. അതുകൊണ്ട് ദേവി നിത്യശാശ്വതം. അത് ഇതാണ് നിത്യവും ശാശ്വതവുമായ ഇതാണ് ദേവി. നമ്മളാണെങ്കിൽ അനിത്യവും ശാശ്വതമല്ലാത്തതുമായ വസ്തുക്കളെ അന്വേഷിച്ച് പോകുന്നതുകൊണ്ടാണ് നമ്മൾക്ക് സന്തോഷമില്ലാത്ത. അപ്പം അനിത്യവും അസുഖവുമായ ബാഹ്യവസ്തുവായതുകൊണ്ട് നമ്മൾക്കൊക്കെ സന്തോഷമില്ല. എന്നാൽ ദേവിക്ക് എല്ലാം ഉള്ളതുകൊണ്ട്, ആ സച്ചിദാനന്ദ ബ്രഹ്മത്തെ അനുഭവിക്കുന്നത് കൊണ്ട് ദേവി സദാ തുഷ്ടയാണ്, എപ്പോഴും സന്തോഷിച്ചിരിക്കുന്നു. ഇനി തരുണാദിത്യ പാടല. തരുണൻ എന്ന് പറഞ്ഞാൽ യൗവനം, ചെറുപ്പം എന്നൊക്കെ അർത്ഥം. ആദിത്യൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ. അപ്പോൾ സൂര്യഭഗവാനെ പോലെ എപ്പോഴും നല്ല യൗവനത്തോടുകൂടി എന്ന് പറഞ്ഞാലോ, ചുവന്ന സൂര്യൻ ഉദിച്ചു വരുമ്പോഴേ ഉള്ള സൂര്യൻ, ഉദയ സൂര്യൻ ചുമന്ന കളറാണ്. അത് പതുക്കെ ആ കളർ മാറി വരും കുറച്ച് കഴിയുമ്പോൾ. അതായത് ഇളം ചുവപ്പും വെള്ള കളറും കൂടെ കൂടിയ ഒരു കളർ വരും. അതിനെ പാടലവർണ്ണം എന്ന് പറയും. അപ്പോൾ ആ ഉദിച്ചു വരുന്ന സൂര്യൻ്റെ പാടല വർണ്ണം കലർന്ന നിറമാണ് ദേവിക്കെന്നർത്ഥം. കടും ചുവപ്പിൽ വെളുപ്പ് കലരുമ്പോൾ ഉണ്ടാകുന്ന കളറാണ് പാടലവർണ്ണം. ആ പാടലവർണ്ണത്തിൻ്റെ നിറത്തോടു കൂടിയവൾ. അപ്പോൾ ഉദിച്ചുയരുന്ന സൂര്യനെ പോലെ പ്രകാശിക്കുന്നവൾ എന്ന് അർത്ഥം. തരുണാദിത്യ പാടല. അപ്പോൾ ഈ ശ്ലോകം ചൈതന്യാർഘ്യ സമാരാധ്യ, ചൈതന്യത്തെ അർഘ്യമായും പാദ്യമായും പൂജിക്കപ്പെടേണ്ടവൾ എന്നർത്ഥം. അല്ലെങ്കിൽ ചൈതന്യമാകുന്ന അർഘ്യം നൽകി ആരാധിക്കാൻ യോഗ്യമായവൾ. ചൈതന്യ കുസുമപ്രിയ, ചൈതന്യം കുസുമമായി അല്ലെങ്കിൽ ചൈതന്യമാകുന്ന കുസുമത്തിനോട് പ്രിയമുള്ളവൾ. സദോദിത, എല്ലാ സമയത്തും പ്രകാശിക്കുന്നു, ഒരേപോലെ പ്രകാശിക്കുന്നവൾ. സദാ തുഷ്ട, എപ്പോഴും സന്തോഷിക്കുന്നവൾ. തരുണാദിത്യവള, ഉദിച്ചുയരുന്ന ആ സൂര്യൻ്റെ കളറായ പാടലവർണ്ണത്തോടു കൂടിയവൾ. ഇളം ചുവപ്പ് കളറുള്ളവൾ എന്നൊക്കെ അർത്ഥം. അപ്പോൾ ഈ ശ്ലോകം ചൈതന്യാർഘ്യ സമാരാധ്യ ചൈതന്യകുസുമപ്രിയ സദോദിത സദാ തുഷ്ട തരുണാദിത്യ പാടല. ഇനി നമ്മൾക്ക് മുഴുവൻ ശ്ലോകം ഒന്ന് വായിക്കാം. വിശ്വഗ്രാസാ വിദ്രുമാഭ വൈഷ്ണവി വിഷ്ണുരൂപിണി അയോനിര്യോനി നിലയ കൂടസ്ഥാകുലരൂപിണി വീരഗോഷ്ഠിപ്രിയ വീര നൈഷ്കർമ്മ്യ നാദരൂപിണി വിജ്ഞാനകലന കല്യ വിദഗ്ധ ബൈന്ദവാസനാം തത്വാധിക തത്വമയീ തത്വമർത്ഥസ്വരൂപിണി സാമഗാനപ്രിയ സൗമ്യ സദാശിവകുടുംബിനി സവ്യാപസവ്യമാർഗസ്ഥ സർവാപദ്വിനിവാരിണി സ്വസ്ഥാ സ്വഭാവമധുര ധീരാധീരസമർച്ചിത ചൈതന്യാർഘ്യ സമാരാധ്യ ചൈതന്യകുസുമപ്രിയ സദോദിത സദാ തുഷ്ട തരുണാദിത്യപാടല. അടുത്ത ശ്ലോകങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരും വരേക്കും ഹരിയോം. സകലം ശ്രീദേവ്യാർപ്പണമസ്തു. അമ്മേ നാരായണ ശ്രീ ലളിതാംബികായേ നമഃ. അമ്മേ അപരാധസഹസ്രാണി ക്രിയന്തേ ഹർനിശം മയാ ദാസോയമിതി മാം മത്വാ ക്ഷമസ്വ പരമേശ്വരി. ആവാഹനം ന